മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 99-ാമത്തെ ദശകത്തിൽ 10-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയണത്. അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: അവ്യക്തം തേ സ്വരൂപം ദുരധിഗമതമം തത്തു ശുദ്ധൈകസത്വം വ്യക്തം ചാപ്യേതദേവ സ്ഫുടമമൃതരസംഭൂതി കല്ലോലതുല്യം സർവോത്കൃഷ്ടാമഭീഷ്ടാം തദിഹ ഗുണരസേനൈവ ചിത്തം ഹരന്തീം മൂർത്തിം തേ സംശ്രയേഹം പവനപുരപതേ പാഹി മം കൃഷ്ണരോഗാത്. ഈ നിർഗുണമായിട്ടും സഗുണമായിട്ടും ഉള്ളതായിട്ടുള്ള ഭഗവാന്റെ രൂപങ്ങളെ പറഞ്ഞ് അതിൽ ആ സഗുണമായിട്ടുള്ള രൂപത്തിനെ, ഗുരുവായൂരപ്പനെ തന്നെ ഞാൻ ഭജിക്കണു എന്നാണ് കവി ഈ ശ്ലോകത്തിൽ പറയണത്. അവ്യക്തം തേ സ്വരൂപം, അങ്ങയുടെ ആ അവ്യക്തമായിട്ടുള്ള സ്വരൂപം, അതായത് നിർഗുണ ബ്രഹ്മമായിട്ടുള്ളതായിട്ടുള്ള സ്വരൂപം, അത് വളരെ അവ്യക്തമാണ്. അതെങ്ങനെയാണ് എന്നുള്ളത് സച്ചിദാനന്ദം എന്നൊക്കെ പറയാമെന്നുള്ളതല്ലാതെ കണ്ട് അത് നേരിട്ട് കാണാൻ സാധിക്കില്ല. ഭഗവാന്റെ ആ രൂപത്തെ നമുക്ക് നമ്മുടെ നേത്രങ്ങളെ കൊണ്ട് അറിയാൻ പറ്റില്ല, മറ്റ് ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും അറിയാൻ സാധിക്കണതല്ല ആ രൂപം. അവ്യക്ത ബ്രഹ്മമയമായിട്ടുള്ള ആ പരബ്രഹ്മം എന്നുള്ളതായിട്ടുള്ള ആ രൂപത്തിനെ, ഭഗവാന്റെ ആ രൂപത്തെ സർവത്ര വ്യാപിച്ചു നിൽക്കണു. അത് സച്ചിദാനന്ദ സ്വരൂപമാണ്. സത്തും ചിത്തും ആനന്ദവും ഒക്കെയാണ് അതിൻ്റെ സ്വരൂപം എന്നൊക്കെ പറയാമെന്നല്ലാതെ കണ്ട് ആ ആനന്ദം എന്താണ്, ആ ജ്ഞാനം എന്താണ്, ആ സത്വം എന്താണ് എന്നുള്ളതൊന്നും നമുക്കറിയാൻ സാധിക്കണില്ല. അത് അറിയുക എന്നുള്ളതില്ല, അതായി തീരുക എന്നുള്ളത് അത് വളരെ 1000-ൽ ഒരാൾക്കും കൂടി സാധിക്കണതല്ല എന്നുള്ളതാണ്. വളരെ വളരെ ജന്മങ്ങൾ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒന്നാണ് ആ ബ്രഹ്മൈക്യം എന്നുള്ളത്, ആ മുക്തി എന്നുള്ളത്. അപ്പം അനവധി ജന്മങ്ങളിലെ ഭക്തി കൊണ്ട് ജ്ഞാനം കൊണ്ടും ഒക്കെ മാത്രം സാധിക്കാവുന്നതായിട്ടുള്ള അത് സാധാരണ ജനങ്ങൾക്ക് അവ്യക്തമാണ് എന്നാണ്. അവ്യക്തം തേ സ്വരൂപം, ആ സ്വരൂപം ഭഗവാന്റെ ആ നിർഗുണമായിട്ടുള്ള ആ സ്വരൂപം അവ്യക്തമാണ്, അത് വ്യക്തമല്ല എന്ന് പറയാണ്. വ്യക്തമായിട്ട് കാണാവുന്നതല്ല, അത് ആർക്കും കണ്ട് ബോധ്യപ്പെടാവുന്നതല്ല. ദുരധിഗമതമം, ദുരധിഗമതമാണ്, അത് മനസ്സിലാക്കാൻ ഏറ്റവും വിഷമമുള്ളതാണ്. ദുരധിഗമം എന്ന് വെച്ചാൽ തന്നെ ക്ലേശം പെട്ട് അറിയാൻ വളരെ പ്രയാസമുള്ളത് എന്നാണ്. ദുരധിഗമതമം എന്നാകുമ്പോൾ ഏറ്റവും പ്രയാസമായിട്ടുള്ളതാണ് അത് അറിയുക എന്നുള്ളത്. ആ അവ്യക്തമായിട്ടുള്ള അങ്ങയുടെ ആ സ്വരൂപത്തെ അറിയുക എന്നുള്ളത് ഏറ്റവും പ്രയാസമായിട്ടുള്ള ഒന്നാണ്. ദുരധിഗമതമം തത്തു ശുദ്ധൈകസത്വം. ഇനി അതാണെങ്കിൽ അത് അങ്ങയുടെ അവ്യക്തമായിട്ടുള്ള സ്വരൂപം ദുരധിഗമതമാണ്, അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിനെക്കുറിച്ചറിയാൻ, ഭജിക്കാൻ, ആ സ്വരൂപത്തിനെ അങ്ങോട്ട് ഭജിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിഞ്ഞിട്ട് വേണ്ടേ സ്വരൂപത്തിനെ ഭജിക്കണം എന്നുണ്ടെങ്കിൽ. അങ്ങയുടെ ആ ഇതായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ആ രൂപത്തെ അറിയാതെ കണ്ട് എങ്ങനെയാണ് അതിനെ ഭജിക്കുക എന്നുള്ളതാണ്. അത് പ്രയാസമായിട്ടുള്ളതാണ്. എന്നാൽ അങ്ങയ്ക്ക് വേറൊരു രൂപമുണ്ട്. തത്തു, അങ്ങയുടെ സ്വരൂപം എങ്ങനെയുള്ളത്? ശുദ്ധൈകസത്വം, ശുദ്ധമായിട്ടുള്ള സത്വസ്വരൂപമായിട്ടുള്ളത്. അതായത് സത്വരജസ്തമോ ഗുണങ്ങളുണ്ടല്ലോ, അതിൽ സത്വഗുണം മാത്രമായിട്ടുള്ളതാണ് അങ്ങയുടെ ഈ ഗുരുവായൂരപ്പൻ്റേതായിട്ടുള്ള ആ രൂപം. ആ ഗുരുവായൂരപ്പൻ്റേതായിട്ടുള്ള ആ ഭഗവാന്റെ രൂപം, കൃഷ്ണൻ്റെ രൂപമെന്നോ വിഷ്ണുവിൻ്റെ രൂപമെന്നോ ഒക്കെ പറയാം. അങ്ങനെയുള്ളതായിട്ടുള്ള ആ രൂപം ശുദ്ധൈകസത്വം, ശുദ്ധസ്വരൂപമാണ്, സത്വസ്വരൂപമാണ്. അവിടെ രജസ്സും തമസ്സും ഒന്നുമില്ല, രജോ ഗുണമില്ല, തമോ ഗുണമില്ല, സത്വഗുണം മാത്രമേ ഉള്ളൂ എന്നാണ്. ശുദ്ധ സത്വൈക രൂപം വ്യക്തം ചാപ്യേതദേവ, ഇത് വ്യക്തമായിട്ടുള്ളതാണ്. ആ അവ്യക്തം എന്ന് പറയണതായിട്ടുള്ള പരബ്രഹ്മാത്മകമായിട്ടുള്ള ആ രൂപം തന്നെ
ശുദ്ധസത്വൈകമായിട്ട് വ്യക്തമായിട്ട് വരുമ്പോൾ വ്യക്തം ച അപ്പി ഏതദേവ, അത് തന്നെ, അതായത് ഈ അവ്യക്തമായിട്ടുള്ള അങ്ങയുടെ ആ സ്വരൂപം തന്നെ വ്യക്തമായിട്ട് ഭഗവാന്റെ വിഷ്ണുവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും, കാണുമ്പോൾ അത് വ്യക്തമായിത്തീരുന്നു എന്നാണ്. സ്ഫുടം, വ്യക്തം സ്ഫുടം, വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വ്യക്തം ചാപ്യേതദേവ സ്ഫുടം, അത് തന്നെ സ്ഫുടമായിട്ട് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്നാണ്. അമൃതരസാംഭോധി കല്ലോലതുല്യം, അതെങ്ങനെയുള്ളതാണ് ആ ഭഗവാന്റെ രൂപം? അമൃതരസാംഭോധി കല്ലോലതുല്യം, അമൃതരസം കൊണ്ടുള്ളതായിട്ടുള്ള അംഭോധി സമുദ്രം, അമൃതരസം തന്നെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള സമുദ്രം. എവിടെ നോക്കിയാലും ആ ഭഗവാന്റെ ആ രൂപത്തിൽ എവിടെ നോക്കിയാലും അമൃതരസം പോലെയാണ്. അത്രത്തോളം സന്തോഷം ഉണ്ടാവുന്നതാണ്. അമൃതം ആസ്വദിക്കുമ്പോഴുണ്ടാവുന്നതായിട്ടുള്ളൊരു സുഖം, ആനന്ദം. ആ ആനന്ദം വഴിയുന്നതാണ് അങ്ങയുടെ ഈ രൂപം, വ്യക്തമായിട്ടുള്ള ഈ രൂപം. അമൃതരസ സുധാംഭോധി കല്ലോലതുല്യം, അതിലുള്ളതായിട്ടുള്ള ഈ തിരമാലകൾ, ആ അംഭോധിയിലുള്ളതായിട്ടുള്ള തിരമാലകൾ പോലെയാണ് ആ അങ്ങയുടെ ആ വ്യക്തമായിട്ടുള്ള സ്വരൂപം. നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ രൂപം നമ്മൾ കാണുന്നു. ആ രൂപം അങ്ങനെയുള്ളതാണ്, ആനന്ദത്തെ മാത്രം ഉണ്ടാക്കുന്നതാണ്. അത് അമൃതരസ സുധാംഭോധി കല്ലോലതുല്യം, അമൃതരസം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ അംഭോധി സമുദ്രം, ആ സമുദ്രത്തിലെ തിരമാലകൾ പോലെ എത്ര ആസ്വാദ്യമായിരിക്കും ആ തിരമാലകൾ. അതുപോലെയുള്ളതാണ് ഭഗവാന്റെ ഈ രൂപം. ആ കല്ലോല തുല്യം എന്ന് പറയുമ്പോൾ അവിടെ ആ കാരുണ്യം എല്ലാം ഇങ്ങനെ മാറിയിട്ട് കാരുണ്യം, മാധുര്യം ഒക്കെ ഇങ്ങനെ വന്നും കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വീണ്ടും വീണ്ടും തിരമാലകളായിട്ട് അതന്നെ പിന്നെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്നാണ് നമുക്ക് അനുഭവവേദ്യമാവുകയാണ്. അങ്ങനെയുള്ളതാണ് അങ്ങയുടെ ആ രൂപം എന്ന് പറയാണ്. അമൃത സ്ഫുടം അമൃതരസാംഭോധി കല്ലോലതുല്യം സർവോത്കൃഷ്ടാം അഭീഷ്ടാം തദിഹ ഗുണരസേനൈവ ചിത്തം ഹരന്തീം, അത് നമ്മുടെ മനസ്സിനെ ഹരിക്കുന്നു, ഹഠാത് ഹരിക്കുന്നു. അത് നമ്മുടെ മനസ്സിനെ പിടിച്ചിരുത്തുന്നതാണ്. അതിനെ അപഹരിച്ചു കൊണ്ടുപോകും എന്നുവെച്ചാൽ അവിടേക്ക് തന്നെ അപഹരിക്കും, ആ രൂപത്തിലേക്ക് തന്നെ നമ്മുടെ മനസ്സിനെ കൊണ്ടു ചെല്ലും, അപഹരിച്ച് അങ്ങോട്ട് എത്തിക്കും, ഭഗവാന്റെ രൂപത്തിലേക്ക് തന്നെ എത്തിക്കും എന്നാണ്. എങ്ങനെയാണത്? സർവോത്കൃഷ്ടാം, എല്ലാറ്റിലും വെച്ച് ഉത്കൃഷ്ടമാണ് ഈ രൂപം. അഭീഷ്ടാം, നമുക്ക് വളരെ ഇഷ്ടമായിട്ടുള്ളതാണ്. അഭീഷ്ടാം തദിഹ ഗുണരസേനൈവ ചിത്തം ഹരന്തീം, ഗുണരസേന ഏവ, ആ ഭഗവാന്റെ ആ ഗുണങ്ങൾ, ഭഗവാന്റെ രൂപത്തിലുള്ളതായിട്ടുള്ള ഗുണങ്ങൾ, മാധുര്യം, കാരുണ്യം തുടങ്ങിയതായിട്ടുള്ള മുഖത്ത് പ്രദർശിതമായിട്ടുള്ളതായിട്ടുള്ള ഗുണങ്ങൾ, ആ ഗുണരസം കൊണ്ട് ചിത്തം ഹരന്തീം, മനസ്സിനെ ഹരിക്കുന്നു ആ രൂപം എന്നുള്ളതാണ്. സർവോത്കൃഷ്ടാം അഭീഷ്ടാം തദിഹ ഗുണരസേനൈവ ചിത്തം ഹരന്തീം, അങ്ങനെയുള്ളതായിട്ടുള്ള ആ രൂപത്തെ, ഭഗവാന്റെ മൂർത്തിന്തേ, അപ്രകാരമുള്ളതായ മൂർത്തിയെ സംശ്രയേഹം, ഞാൻ ആശ്രയിക്കുന്നു. ആ ഭഗവാന്റെ ആ മൂർത്തിയെ തന്നെ ഞാൻ ആശ്രയിക്കുന്നു. സംശ്രയേഹം പവനപുരപതേ, അല്ലയോ പവനപുരപതേ, അങ്ങയുടെ ആ മൂർത്തിയെ പവനപുരത്തിൽ ഗുരുവായൂരിൽ കാണുന്നതായിട്ടുള്ള ആ മൂർത്തിയെ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ ഹരിക്കുന്നതായിട്ടുള്ള മാധുര്യം കൊണ്ടും ആ സൗന്ദര്യം കൊണ്ടും കരുണാമയമായിട്ടുള്ള ആ കടാക്ഷം കൊണ്ടും ഒക്കെ നമ്മുടെ മനസ്സിനെ ഹരിക്കുന്നതായിട്ടുള്ള, പിടിച്ചു നിർത്തുന്നതായിട്ടുള്ള ആ രൂപത്തെ ഞാൻ സംശയേ, ആ മൂർത്തിയെ ഞാൻ ആശ്രയിക്കുന്നു. വേറെ ഒന്നും ആശ്രയിക്കാനില്ല, ആ മൂർത്തിയെ തന്നെ ഞാൻ ആശ്രയിക്കുന്നു എന്നാണ്. മൂർത്തിന്തേ സംശ്രയേഹം പവനപുരപതേ പാഹിമം കൃഷ്ണ രോഗാത്, കൃഷ്ണ എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് ആ ഭഗവാന്റെ നിർഗുണമായിട്ടുള്ള ആ രൂപത്തെ ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് അത് അവ്യക്തമാണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എനിക്ക് ഇപ്പോഴും അവ്യക്തമാണ്. അവ്യക്തം തേ സ്വരൂപം, അത് അവ്യക്തമാണ്, എന്നാൽ വ്യക്തമായിട്ട് അത് തന്നെ കാണുന്നുണ്ട് ഈ ഗുരുവായൂരിൽ തന്നെ. അത് എൻ്റെ മുൻപിൽ വ്യക്തമായിട്ടും കാണുന്നുണ്ട്. അത് സർവോത്കൃഷ്ടമാണ്, അഭീഷ്ടമാണ്, എനിക്ക്
ഇഷ്ടമായിട്ടുള്ളതാണ്. സർവോത്കൃഷ്ടാം അഭീഷ്ടാം തദിഹ ഗുണരസേന ഏവ. ആ ഗുണം കൊണ്ട്, ഗുണങ്ങൾ കൊണ്ട്, ആ മൂർത്തിയുടെ ഗുണങ്ങളെ കൊണ്ട്, മൂർത്തി എന്ന് വെച്ചാൽ അവിടെ വിഗ്രഹം എന്നുള്ള അർത്ഥം ഇല്ല കേട്ടോ, വിഗ്രഹം എന്നുള്ള അർത്ഥമല്ല, ആ വിഗ്രഹത്തിൽ കൂടി നാം കാണുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ രൂപം. ഗുണരസേന ഇവ, ആ ഗുണരസം കൊണ്ട് തന്നെ ചിത്തം ഹരന്തീം, ചിത്തത്തെ അപഹരിക്കുന്നതാണ് ആ മൂർത്തി. അങ്ങനെയുള്ളതായിട്ടുള്ള ആ മൂർത്തിയെ സംശയേ ഞാൻ ആശ്രയിക്കുന്നു. പവനപുരപതേ പാഹിമം കൃഷ്ണ രോഗാൽ, എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. അവ്യക്തം തേ സ്വരൂപം ദുരധികമതമം തത്തു ശുദ്ധൈകസത്വം വ്യക്തം ജാപ്യേതദേവ സ്ഫുടമൃതരസാംബോധികല്ലോലതുല്യം സർവോത്കൃഷ്ടാമഭീഷ്ടം തദിഹ ഗുണരസേനൈവ ചിത്തം ഹരന്തീം മൂർത്തിം തേ സംശ്രയേഹം പവനപുരപതേ പാഹിമം കൃഷ്ണരോഗാത്. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. അവ്യക്തം നിന്റെ രൂപം, വിഷമമറിയുവാനെങ്കിലും ശുദ്ധസത്വം നിൻ രൂപം തീർച്ചയാണങ്ങ് അമൃതരസ സമുദ്രത്തിലെ കുഞ്ഞിയോളം. സർവശ്രേഷ്ഠം അഭീഷ്ടം ഗുണമികവതിനാൽ ചിത്തഹാരി ഭവാന്റെ രൂപത്തെ വാഴ്ത്തിടുന്നു. പവനപുരപതേ കൃഷ്ണ രക്ഷിക്കു രോഗാൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.